ഹലോ, അസ്സലാമലൈക്കും. അലിഡീല ഫുഡ് ട്രാക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ഐറ്റം ഇളനീർ ചെമ്മീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി എങ്ങനെ ഇളനീർ ചെമ്മീൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നല്ല ഇളനീർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇളനീർ വേണം എടുക്കേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നിർത്തും വേണം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തെ ഭാഗം നമുക്ക് സീറ്റിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കളയും വേണം. ഞാനിവിടെ ഈ ഇളനീര് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തുറക്കാൻ പറ്റുന്ന രൂപത്തിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗവും സീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കളയും വേണം. ഞാൻ ഈ ഇളനീർ വെള്ളം ഇതിൽ നിന്ന് ഓൾറെഡി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതിൽ നിന്ന് കഴമ്പൊക്കെ ഒന്ന് കോരിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം കഴമ്പുള്ള ഒരു ഇളനീരാവണം നിങ്ങൾ എടുക്കേണ്ടത്. എന്നാലുള്ളൂ നമുക്ക് ആവശ്യത്തിനുള്ള കഴമ്പ് കിട്ടുള്ളൂ. ഞാൻ എടുത്ത ഇളനീരിന് കഴമ്പ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഒരു ഇളനീരും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 ഇളനീരിൻ്റെ കഴമ്പാണ്. ഇത്രയും മതിയാവും നമുക്ക് ഇളനീർ ചെമ്മീൻ ഉണ്ടാക്കാൻ വേണ്ടത്. നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് തന്നെ ഇളനീർ വെള്ളവും അതുപോലെ തന്നെ ഇളനീരിൻ്റെ കഴമ്പുമാണ്. ഇതുണ്ടെങ്കിൽ തന്നെ ഉള്ളൂ നമ്മുടെ ഇളനീർ ചെമ്മീന് കൂടുതൽ ടേസ്റ്റും ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചെമ്മീനാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള ടൈപ്പ് ചെമ്മീൻ വേണം നമുക്ക് എടുക്കേണ്ടത്. വലിയ ചെമ്മീൻ വേണമെന്നൊന്നുമില്ല, ചെറിയ ചെമ്മീൻ വെച്ചിട്ടും നമുക്ക് ഈ ഇളനീർ ചെമ്മീൻ ഉണ്ടാക്കാം. ഇനി ചെമ്മീൻ്റെ തലഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ തോടും കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കണം. 400 ഗ്രാം ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ താഴ്ഭാഗത്തുള്ള നാരാണ്. കറുത്ത നിറത്തിലുള്ള നാര് നമ്മൾ എടുത്ത് കളയാൻ പലപ്പോഴായിട്ട് മറന്നു പോവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലുള്ള ഭാഗം ഒന്ന് കത്തി കൊണ്ടൊന്ന് കീറി കൊടുക്കുക. അത് എന്നിട്ട് നാരെടുത്ത് കളയുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും നമുക്ക് എടുക്കേണ്ട, ഒരു അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണം ഇഞ്ചി മാത്രം മതി. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അത് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു പച്ചമുളക് കൂടി എടുക്കാം. ഞാനിവിടെ 2 എടുത്തിട്ടുള്ളൂ. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 തണ്ട് കറിവേപ്പിലയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് അരച്ച് ചേർക്കാനുള്ള മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങയുടെ പകുതി കഷ്ണങ്ങളാക്കി വെച്ചത്, പിന്നെ ഒരു പിടി മല്ലിയില വേണം. മല്ലിയില കൂടുതലൊന്നും വേണ്ട, ഒരു പിടി മാത്രം മതി. 2 പച്ചമുളക്, ഞാൻ പച്ചമുളക് നമ്മൾ നേരത്തെ കുറച്ചെടുത്തിട്ടുണ്ട് അത്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, 2 കുഞ്ഞുള്ളി അഥവാ ചെറിയ ഉള്ളി, 1/2 ടീസ്പൂണ് പെരുംജീരകം. ഇതെല്ലാതും കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതെല്ലാതും കൂടി അരച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇളനീർ ചെമ്മീനൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് വേണം. അതിലേക്ക് തന്നെ നമുക്ക് 3 ഉണക്കമുളകും അല്പം കറിവേപ്പിലയും കൂടി വേണം. കറിവേപ്പില നമ്മൾ നേരത്തെ കുറച്ചെടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കറിവേപ്പില മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ വെള്ളം 1 ഗ്ലാസ് വേണം. കറിയിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഇളനീരിൻ്റെ വെള്ളത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് കട്ടിയുള്ള നല്ല തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ളത് തന്നെ വേണം കേട്ടോ, ലൂസ് ആവരുത്. അത് 1 കപ്പ് മാത്രം മതി. ഇനി ഇത് ഉണ്ടാക്കാനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളകൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം.
കറിവേപ്പില ഇട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ച നമ്മളുടെ മസാലയുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 സ്പൂണ് അല്ലെങ്കിൽ 3 സ്പൂണെങ്കിലും മതി കേട്ടോ. നമുക്ക് കൂടുതലൊന്നും വേണ്ട. നമ്മളിതിലേക്ക് 400 ഗ്രാം ചെമ്മീൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാല മതി. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാല നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ 1 ടീസ്പൂൺ മുളകും പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. ഈ മസാലേൻ്റെ ഒക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് നമുക്കിതൊന്ന് മാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും മസാല ഒന്ന് പിടിക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ഉപ്പും കൂടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, മസാല ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീനൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 6 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിൽ കൂടുതൽ നമുക്കിതൊന്ന് വേവിക്കണ്ട. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ചെമ്മീനിൻ്റെ ഒരു സൈഡ് 3 മിനിറ്റോളം കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഇളനീരിൻ്റെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത്. ഇളനീരിൻ്റെ വെള്ളത്തിലാണ് നമ്മൾ ഈ ഇളനീർ ചെമ്മീൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇളനീരിൻ്റെ വെള്ളത്തിൽ മാത്രം ഉണ്ടാക്കാൻ നോക്കുക. വെള്ളമൊന്നും ചേർക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഇളനീരിൻ്റെ വെള്ളത്തിൽ ഉണ്ടാക്കുമ്പോഴുള്ളൂ ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഇളനീരിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ കണ്ടോ, നല്ലോണം ഗ്രേവി ടൈപ്പ് പോലെ ആക്കിയിട്ടുണ്ട്. തിളച്ചിട്ട് നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പൾപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ആ ഇളനീരിൻ്റെ പൾപ്പ് എത്തണം. അതുവരെ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഇളനീരിൻ്റെ പൾപ്പൊന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. കൂടുതലായിട്ടൊന്നും വേവിക്കണ്ട. ഇനി നമ്മൾ നേരത്തെ കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള ബാക്കി വെള്ളം കൂടി ഉണ്ടല്ലോ ഇളനീരിൻ്റെ, ആ വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് മൂടി വെക്കാം. മൂടി ഒന്ന് തുറന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമ്മൾ 1 കപ്പ് മാറ്റി വെച്ചതുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തും തേങ്ങാപ്പാൽ എത്തുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തിക്ക് ഗ്രേവിയിലായിട്ട് വരണം. കണ്ടില്ലേ, നമ്മുടെ ഇളനീർ ചെമ്മീൻ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ തൊണ്ടിലോട്ട് കുറേശ്ശെ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് പ്രസൻറ്റേഷന് വേണ്ടി മാത്രമാണ് ഈ ഇളനീരിൻ്റെ തൊണ്ടെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ആ ഇളനീരിൻ്റെ ഇതിൽ കഴിക്കേണ്ട ഫീലിംഗ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഇളനീർ ചെമ്മീൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിടണം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അത്യാവശ്യം വെളിച്ചെണ്ണ വേണം. എന്നിട്ട് അതിൽ കിടന്നിട്ട് നമ്മൾ ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്നൊരു ഗോൾഡൻ കളറായിട്ടൊന്ന് മുരിഞ്ഞു വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ആ ഉള്ളി
ഇപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കറിവേപ്പിലൊക്കെ. ഇനി നമ്മൾ 3 ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. ആ 3 ഉണക്കമുളകും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വറവ് ഈ ഇളനീരിൻ്റെ തൊണ്ടിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂട് കൊടുക്കണം ഇടണം. ചൂടറിയാൽ ആ സ്മെല്ലൊക്കെ പോകും. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇതിന്. അപ്പോൾ ചൂടാറാൻ നിൽക്കരുത്, ചൂട് കൊടുക്കണം ഇടുക. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് മല്ലിയില ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇളനീർ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷും കൂടിയാണ് കേട്ടോ. ഇത് കഴിക്കാൻ തന്നെ നമുക്കിങ്ങനെ എരിവുണ്ടാവും, അതുപോലെ തന്നെ പുളിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ആ തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റും ചെമ്മീൻ്റേതായിട്ടുള്ള ടേസ്റ്റും ഒക്കെ കൂടി കലർന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും ബെറ്റർ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കുമ്പോഴായിരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ഇളനീര് കഴിക്കുമല്ലോ, അതിന് പോലത്തെ ഫീലിംഗ് കിട്ടും. ഇങ്ങനെ ഇളനീരിൻ്റെ തൊണ്ടിലായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിച്ചു നോക്കുക. മസ്റ്റായിട്ട് നമ്മൾ ഇളനീരിൻ്റെ കഴമ്പ് എടുത്ത് കഴിക്കുന്ന പോലത്തെ ഫീലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വ്യത്യസ്തമാർന്ന വിഭവങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നത് വരേക്കും ബൈ.